എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിനോയ്. നിങ്ങൾക്കെല്ലാവർക്കും ടീം 14 യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സൈറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് ചെയ്യാനുള്ളത് 6x4 ടൈൽസാണ്. അത്യാവശ്യം വലിപ്പമുള്ള ടൈലുകളാണ്. പക്ഷേ ഒരു കട്ടിലേക്ക് വലിപ്പമുള്ള ടൈലാണ്. ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു മുറി തീർന്നു പോകും. അപ്പോൾ അത്തരം ടൈലുകൾ വിരിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. സാധാരണ ടൈലുകൾ വിരിക്കുന്ന പോലെ രണ്ടുപേരെ കൊണ്ടൊന്നും അത് വിരിച്ച് ഒപ്പിക്കാൻ പറ്റില്ല. ഇത്തരം ടൈലുകൾ പശയിൽ ഒട്ടിക്കണമെന്നാണ് കൂടുതലും എല്ലാവരും റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പരിക്കത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻസ് ഒക്കെ കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പരിക്കത്തിലാണ്. പരിക്കൻ ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ലാതെ ഇതുപോലെ നമുക്ക് വിരിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ മുന്നോട്ടുള്ള നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സൈറ്റ്. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംസാൻഡ് സിമെൻറ്റും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഡബിൾ വാഷ്ഡ് എംസാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഭിത്തിയിൽ ആദ്യമേ വാട്ടർമാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർമാർക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പൊക്കം വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും മിനിമം കനം വരുന്ന വിധത്തിൽ നമുക്ക് പരിക്കൻ ലെവൽ കൊടുക്കാം. ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് പീസുകൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ പീസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ടിൽ നിന്ന് പീസ് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഇതിൽ പരിക്കൻ ഉരുമാൻ നേരത്ത് പരമാവധി ലെവലായിട്ട് തന്നെ ഉരുമുക. അതുപോലെ തന്നെ ഇത്തിരി ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തന്നെ ഉരുമുക. ലൂസാക്കി ഉരുമരുത്. അപ്പോൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഇത് താന്നു പോകും. അങ്ങനെ പൊള്ളപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നേരിയ ടൈറ്റിൽ ഉരുമെടുക്കുക. അതാകുമ്പോൾ ടൈല് വെക്കുമ്പോൾ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ താന്നു പോയില്ല, കംപ്ലൈൻറ്റ് വരില്ല. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ മട്ടം തിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടൈല് ചേർത്ത് വെച്ച് ഫ്രണ്ടിൽ വാലുതലയൊന്നും വരാത്ത വിധത്തിൽ ചരട് പിടിച്ച് മട്ടം സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഗ്രൗട്ട് ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ നേരെ പരിക്കത്തിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് വെക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ ടൈൽസിൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് പശ തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം ഗ്രൗട്ട് ഒഴിച്ച് ആണ് ഇവിടെ നമ്മൾ വെക്കുന്നത്. അത് ടൈല് ഫ്ലോറായിട്ട് എല്ലാ ഭാഗങ്ങളിലും കൊണ്ടിരിക്കേണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ അതുകൊണ്ട് സാധിക്കും. അപ്പോൾ പൊള്ളപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഗ്രൗട്ട് ഒഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രൗട്ട് നന്നായിട്ട് എല്ലായിടത്തും കറക്റ്റായിട്ട് ഒഴിച്ച് കരണ്ടി വെച്ച് വരയുമ്പോൾ വരഞ്ഞൊന്ന് പയ്യെ അല്പം പൊക്കി കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പയ്യെ പൊങ്ങി നിന്നോളും. അതിനുശേഷം ടൈല് വെച്ചിട്ട് മുട്ടി കഴിയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ അത് മുട്ടിയിരിക്കും. അപ്പോൾ പൊള്ളപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രയും വലിപ്പമുള്ള ടൈലുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കട്ട് ചെയ്യാൻ നേരത്ത് പൊട്ടിപ്പോകാനൊക്കെ സാധിക്കും. ഇത്രയും വലിപ്പത്തിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഇതിന് ഹാർഡ്നെസ് ഇത്തിരി കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ അത് ബ്ലേഡ് കയറി കട്ടിങ് ഒക്കെ ഏകദേശം പകുതിയൊക്കെ എത്തുമ്പോൾ ഇത് വേറെ വഴിക്കൊക്കെ കട്ടായി പോവുകയൊക്കെ ചെയ്യും. ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ടൈലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കമ്പനികളുടേതാണെന്നുള്ള ഉറപ്പ് വരുത്തണം. കൂടാതെ വലിപ്പമുള്ള മുറികൾക്കാണെങ്കിൽ മാത്രം ഇത്രയും വലിപ്പമുള്ള ടൈലുകൾ എടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ സൈസ് ടൈലുകൾ 1600, 600, 800 സൈസിലുള്ള ടൈലുകളാണ് കൂടുതലും എല്ലാ വീടിനും അനുയോജ്യം. എല്ലാ മുറികളിലേക്കും ടൈൽസിൻ്റെ ജോയിൻറ്റ് ലൈൻ കറക്റ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ ഡോറിൻ്റെ ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് 2 ആയിട്ട് വരും. ഒരു ഫുള്ളിൽ നിന്ന് ചെറിയ പീസ് മാത്രം എൽ ഷേപ്പിലൊക്കെ ചിലപ്പോൾ നിർത്തി കട്ട് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്താലും ഉറപ്പിക്കാൻ നേരത്തെ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് നമുക്കൊരു നഷ്ടം ഉണ്ടാകും. കൂടാതെ ഇതിൻ്റെ മൂല പൊട്ടിയൊക്കെയാണ് ടൈലുകൾ വരുന്നതെങ്കിലും നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ടിങ്ങിന് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റില്ല. ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ടിങ് അത്രത്തോളം ഒന്നും ആവശ്യം വരില്ല. സ്കേർട്ടിങ് പീസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബാലൻസ് വരുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് സ്കേർട്ടിങ് ചെയ്യാൻ പറ്റും. വേസ്റ്റേജ് കൂടുമെന്നുള്ളതാണ് ചെറിയ മുറികളിൽ വലിയ ടൈലുകൾ വിരിച്ചാലുള്ള പ്രശ്നം. പിന്നെ വലിയ ടൈലുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട്. ചീത്ത വശങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. നല്ല വശങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വലിയ ടൈലായതുകൊണ്ട് ക്ലീനിങ്ങിനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ജോയിൻറ്റ്സ് കുറവായതുകൊണ്ട് അഴുക്കുകൾ ജോയിൻറ്റ്സിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ഇതൊക്കെ കുറയും. അതും വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. ജോയിൻറ്റ് ഇപ്പോൾ നമ്മൾ വൈറ്റ് ടൈൽസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ വൈറ്റ് ജോയിൻറ്റ് ഫില്ലർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈറ്റ് അപ്പോക്സി ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ സെയിം ഒരേ കളറായിട്ട് കിടന്നോളും. കൂടുതലും ഗ്ലാസ് അപ്പോക്സി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ
ജോയിൻറ്റ്സ് നല്ല ഗ്ലോസി ഫിനിഷിൽ തന്നെ ഉണ്ടാവും. നോർമൽ അപ്പോക്സി ചെയ്യുമ്പോൾ ആ ജോയിൻറ്റ്സിൽ വൈറ്റ് കളർ ചെയ്താലും അല്പം കളർ അഴുക്ക് പിടിച്ച് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാടി പോലെ തന്നെ ഇത് കിടന്നോളും നല്ല ഭംഗിയായിട്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിനി മുന്നോട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടുക. ടൈലിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. നമ്മുടെ ടൈലിൻ്റെ വർക്കിലെ അവസാനത്തെ പീസും വെച്ചിരിക്കുകയാണ്. വർക്ക് കഴിയുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ ലാസ്റ്റ് പീസ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇവിടെ ഫ്രണ്ട് സ്റ്റെപ്പിനൊക്കെ നമ്മൾ നന്നായിട്ട് ഗ്രൂ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. എന്ത് ഭംഗിയാണല്ലേ, നല്ല കണ്ണാടി പോലെ കിടക്കുകയാണ്. വൈറ്റ് ടൈല് വിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പെട്ടെന്ന് അഴുക്ക് പിടിച്ചാലൊക്കെ അറിയാൻ പറ്റുമെങ്കിലും ഇത് വിരിച്ച് നന്നായിട്ട് മെനയായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. റൂമിന് ഒരുപാട് വലിപ്പം തോന്നിക്കാനും ഇത് സഹായിക്കും. ഹാളിൻ്റെ പോർഷനിലെല്ലാനും ബ്ലാക്ക് ടൈലാണ് സ്കേർട്ടിങ്ങിനോ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മാത്രം എടുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ 2 നർത്തകിമാർ നിൽപ്പുണ്ട്. ഇവിടുത്തെ കുഞ്ഞുമക്കളാണ് 2 പേര്. ഞങ്ങൾ വീഡിയോ പിടിക്കണ അറിഞ്ഞിട്ടില്ല. ഇവിടെ കിച്ചൺ സ്ലാബ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറ് ഫുൾ ബോഡി ഡിജിറ്റൽ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മൾ ഡബിൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടും കൂടിയുണ്ട്. അതുപോലെ വാളൊട്ടിച്ചിരിക്കുന്നത് ഡിസൈൻ ടൈൽസാണ് വാളിലൊട്ടിച്ചിരിക്കുന്നത്, അല്ലാതെ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നതല്ല. അതും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് വലിപ്പമുള്ളൊരു കിച്ചൺ ആയതുകൊണ്ട് ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മുന്നോട്ടുള്ള നല്ല വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.